കൂട്ടുകാരെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ തട്ടുകടകളിൽ നിന്നും അതുപോലെ തന്നെ ബേക്കറികളിൽ നിന്നൊക്കെ വായിക്കുന്ന ഈ മുട്ട പപ്സ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം കാണാം നമുക്ക്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ഞാൻ അല്പം പെരിഞ്ചീരകം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ഒന്ന് ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. കൂടത്തിൽ നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് ഏകദേശം അത് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ചെറിയ തക്കാളിയാണ്. നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. നന്നായിട്ട് ഏകദേശം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മസാലകൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി അല്പം കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ശേഷം നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ബേക്കറി പപ്സിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കച്ചപ്പൊടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂട്ടുകാരി, ഇനി നമുക്ക് പപ്സിന് വേണ്ട ഷീറ്റ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ട ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 2 കപ്പ് പാലും 1 മുട്ടയും അല്പം ഉപ്പും അതുപോലെ തന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കണം. ഗ്രൈൻഡ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കരുത്. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ തന്നെ ഇത് മിക്സായി വരും. അപ്പോൾ അങ്ങനെ അത് റെഡിയായി. ഇനി മുട്ട പപ്സിന് വേണ്ട മുട്ട നമ്മൾ പുഴുങ്ങി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് പപ്സിന് വേണ്ട ഷീറ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൊണ്ട് നമുക്ക് ദോശ കല്ലിലേക്ക് ഒഴിച്ച് വളരെ തിന്നായിട്ട് തന്നെ ദോശയുടെ രൂപത്തിൽ ചുട്ടെടുക്കാം. 1 വശം മാത്രം വെന്താലും മതി. അല്ല, ഇനിയിപ്പോൾ 2 വശം വേവിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ചുട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റി വയ്ക്കാം. കീറിപ്പോകാൻ നോക്കണം. കാരണം വളരെ തിന്നായതുകൊണ്ട് ചിലപ്പം മറിച്ചിടുമ്പോൾ തിരിച്ചിടുമ്പോഴൊക്കെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് മുഴുവനും ചുട്ടെടുക്കാം. അതിൽ നിന്ന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മാവ് നമുക്ക് മാറ്റി വെക്കണം. അതിന് നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒന്ന് സൈഡ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന രീതിയിൽ നടുവ് മസാല വെച്ച് മുട്ട ഇങ്ങനെ വെച്ച് നമ്മൾ മടക്കി റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്സുകളൊക്കെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് എണ്ണയിൽ മുക്കി നമുക്ക് പൊരിക്കാവുന്നതാണ്. ഇതായിരിക്കും വളരെ ഹെൽത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വളരെ രുചികരമായ രീതിയിൽ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾക്ക് വേറൊരു വിഭവമായി കാണുന്നവരെ എല്ലാവർക്കും